So welcome back to our channel. So നമ്മൾ നെക്സ്റ്റ് ഇനി നോക്കാൻ പോകുന്നത് കമ്പൈലർ ഡിസൈൻ്റെ മൊഡ്യൂൾ 2-ലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ കൺസ്ട്രക്ഷൻ ഓഫ് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് ടേബിളാണ്. സോ ഒരു പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് ഫങ്ഷൻസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് എന്ന് പറയുന്ന ഫങ്ഷനും രണ്ട് ഫോളോ എന്ന് പറയുന്നൊരു ഫങ്ഷനും. സോ അങ്ങനെ രണ്ട് ഫങ്ഷൻസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഈ രണ്ട് ഫങ്ഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഒരു ഗ്രാമറിൽ ഈ രണ്ട് ഫങ്ഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോളോയുടെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാമർ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫസ്റ്റ് ആൻഡ് ഫോളോ അപ്ലൈ ചെയ്യണതെന്ന്. ഫസ്റ്റ് നമ്മുടെ ഗ്രാമറിൽ ഈ ഒരു എത്രയുണ്ട് ഒരു 5 എക്സ്പ്രഷൻ തന്നിരിക്കുന്നത് നമുക്കൊരു ഗ്രാമർ തന്നിട്ടുണ്ട്. ഈ ഗ്രാമറിൻ്റെ ഇതിലുള്ള എല്ലാ പ്രൊഡക്ഷനും അതിൽ ഇ ഉണ്ട്, ഇ ഡാഷാണിത്, ഇ ഉണ്ട്, ഇ ഡാഷ് ഉണ്ട്, ടി ഡാഷ് എഫ്, ഇത്രയും പ്രൊഡക്ഷൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റും കണ്ടുപിടിക്കണം, ഫോളോയും കണ്ടുപിടിക്കണം. സോ ഈ ഫസ്റ്റ് കണ്ടുപിടിക്കാനും ഫോളോ കണ്ടുപിടിക്കാനും കുറച്ച് റൂൾസും ഉണ്ട്. ഓക്കെ, ഞാൻ റൂൾസ് ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് റൂൾസ് അപ്ലൈ ചെയ്യുന്നതെന്ന്. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം ഫസ്റ്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രൊഡക്ഷൻ എടുക്കുക. നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ഇയുടെ ഫസ്റ്റാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഇ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഇ എങ്ങനെ കണ്ടുപിടിക്കും നോക്കും. ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന ടൈമിൽ ഇ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് ആര് കിടക്കുന്നു നോക്കുക. ആരാണ് ഇയുടെ പ്രൊഡക്ഷനിൽ ഫസ്റ്റ് കിടക്കുന്നത്? ടി ആണ്. ഫസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എഴുതുന്ന ആ ഒരു ഫസ്റ്റ് എന്ന് പറയുന്നതിൽ എന്ത് വരത്തില്ല? നോൺ ടെർമിനൽസ് വരത്തില്ല. ടെർമിനൽസ് മാത്രമേ വരാവൂ. എന്ത് വരാവും? ടെർമിനൽസ് മാത്രമേ വരാവൂ. നോൺ ടെർമിനൽസ് ഫസ്റ്റിൽ എഴുതില്ല. സോ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോൺ ടെർമിനലാണ്. അങ്ങനെ വന്നാൽ ടിയുടെ ഇതെടുക്കുക. എന്തെടുക്കുക? ടിയുടെ ഫസ്റ്റ് എടുക്കുക. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇയുടെ ഫസ്റ്റാണ് എടുത്തത്. അപ്പോൾ ഇയുടെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇയുടെ ഫ്രണ്ടിൽ ഫസ്റ്റ് ആരാ ഉള്ളത്? ടി ആണല്ലേ. ആ ടി എന്ന് പറഞ്ഞൊരു നോൺ ടെർമിനൽ ആയതുകൊണ്ട് ടിയുടെ എന്തെടുക്കുക? ഫസ്റ്റ് എടുക്കുക. ടിയുടെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? അത് എഫ് ആണ്. ടിയുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ആണ്. അതും എന്താണ്? നോൺ ടെർമിനൽ. അപ്പോൾ എഗെയിൻ ആരുടെ ഫസ്റ്റ് എടുക്കുക? എഫിൻ്റെ ഫസ്റ്റ് എടുക്കുക. എഫിൻ്റെ ഫസ്റ്റ് നോക്കിക്കുക ആരാണ്? ഒരു പരാന്തസിസ് ആണല്ലേ, അതായത് ഓപ്പൺ പരാന്തസിസ് ആണ്, ഒരു ഓപ്പൺ ബ്രാക്കറ്റാണ്. അതെന്താണ്? ഒരു നോൺ ടെർമിനലാണ്. നോൺ ടെർമിനലാണ് സോറി ടെർമിനലാണല്ലേ, അതൊരു ടെർമിനലാണ്. സോ നമുക്ക് എന്താ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഐ ഡി ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറയുമ്പോൾ കേളി ബ്രേസിനകത്ത് നമുക്ക് ഏതൊക്കെ എഴുതാം? ഓപ്പൺ ബ്രാക്കറ്റും ഐ ഡി. മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് എഴുതുന്നത്? ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് റൂൾ ഇതാണ്. നമ്മളിപ്പം എടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് കിടക്കുന്നത് ആരാണ്? അത് നോൺ ടെർമിനൽ ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എടുക്കുക. ടെർമിനൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫസ്റ്റിൽ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? നോൺ ടെർമിനൽസ് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പ്രൊഡക്ഷൻ ഏതാ? ഇ ഡാഷ്. അപ്പോൾ എങ്ങനെ ഒരു ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്. ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കി. ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്, ഇ ഡാഷിൻ്റെ ഫ്രണ്ടിൽ ആരുണ്ട്? പ്ലസ് ആണല്ലേ. പ്ലസ് എന്താണ്? ഒരു ടെർമിനലാണ്. അപ്പോൾ പ്ലസ് എഴുതാം, കുഴപ്പമില്ല, പ്ലസ് അല്ലേ. അതിന് പിന്നെ ആരുണ്ട്? എപ്സിലോണും എഴുതാം. ഓക്കെ അല്ലേ? പ്ലസ്സും എപ്സിലോണുമാണ് ഇ ഡാഷിൻ്റെ ഫസ്റ്റ്. ഓക്കെ, ആ പ്രൊഡക്ഷൻ്റെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഈ പ്രൊഡക്ഷൻ്റെ ഔട്ട്പുട്ടിൽ ആരാണ് ഫസ്റ്റ് എടുക്കുന്നത് അത് എഴുതണം. അതിപ്പോൾ ഒരു നോൺ ടെർമിനൽ ആണെങ്കിൽ ആ നോൺ ടെർമിനലിൻ്റെ എന്തെടുക്കണം? ഫസ്റ്റ് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ടി ആണ്. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഓഫ് ടി. ഫസ്റ്റ് ഓഫ് ടി എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ടി എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ ടിയുടെ പ്രൊഡക്ഷനിൽ ഫസ്റ്റ് ആരാ? എഫ് ആണ്. അതെന്താണ്? ഒരു നോൺ ടെർമിനലാണ്. നമുക്ക് എന്താ വേണ്ടത്? ടെർമിനലാണ്. സോ എഫിൻ്റെ ഫസ്റ്റ് എടുക്കുക. ആരാ? എഫിൻ്റെ ഫസ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റും ഐ ഡി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ആരുടെ ഫസ്റ്റാണ്? ഫസ്റ്റ് ഓഫ് ടി ഡാഷ്. ടി ഡാഷിൻ്റെ ഫസ്റ്റ്. ടി ഡാഷ് നോക്കി, ടി ഡാഷിൻ്റെ ഫസ്റ്റ് ആരാ? സ്റ്റാർ ആണല്ലേ, ഒരു ടെർമിനലും ഉണ്ട്, എപ്സിലോണും ഉണ്ട്. അപ്പോൾ നമുക്ക് കേളി ബ്രേസിൻ്റെ അകത്ത് സ്റ്റാറും എപ്സിലോണും. എളുപ്പമല്ലേ? നെക്സ്റ്റ് ആരാ? എഫ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് എഫ്. എഫിൻ്റെ നമ്മൾ നേരത്തെ കഴിയതാ? ഓപ്പൺ ബ്രാക്കറ്റും ഐ ഡി. ഓക്കെ അല്ലേ? ഇതാണ് ഫസ്റ്റിൻ്റെ റൂള്. ആ ഒരു പ്രൊഡക്ഷൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഫസ്റ്റ് ഉള്ളത് ഒരു ടെർമിനൽ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. ടെർമിനൽ അല്ല, നോൺ ടെർമിനൽ ആണെങ്കിൽ ആ നോൺ ടെർമിനലിൻ്റെ എന്തെടുക്കുക? ഫസ്റ്റ് എടുക്കുക. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ്. ഇനി ഫോളോ നോക്കിക്കേ. ഫോളോ ആകുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇയുടെ ഫോളോ നോക്കാം.
ഫോളോ ഓഫ് ഇ. ഫോളോ നമ്മൾ ഈ ഫസ്റ്റ് എടുത്തപ്പോൾ ഈ സൈഡിലാണ് ഇ എല്ലാം നോക്കിയില്ലേ, അതായത് ഫോളോ ഫസ്റ്റ് ഓഫ് ഇ എടുത്തപ്പോൾ ഇയുടെ പ്രൊഡക്ഷൻ നോക്കി. ഫോളോ ഓഫ് ഇ എടുക്കുമ്പോൾ ഈ സൈഡെല്ലാം നോക്കേണ്ട, നമ്മൾ റൈറ്റ് സൈഡ് നോക്കാം, പ്രൊഡക്ഷൻ്റെ റൈറ്റ് സൈഡ് നോക്കാം. പ്രൊഡക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ഇ എവിടെ ഉണ്ടെന്ന് നോക്കാം. എവിടെ ആയാലും ഇ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അല്ല നോക്കുന്നത്, ഈ ഒരു പ്രൊഡക്ഷൻ്റെ ഔട്ട്പുട്ടുകളിൽ, ഈ ഒരു ഗ്രാമറിൽ ഔട്ട്പുട്ടായിട്ട് വരുന്ന റൈറ്റ് സൈഡുള്ളതിൽ എവിടെയെങ്കിലും ഇ ഉണ്ടോ നോക്കുക. എവിടെയുണ്ട് ഇ? എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെയാണ് ഇ ഉള്ളത്. ബാക്കി ഇതൊക്കെ ഇ ഡാഷ് ആണല്ലേ, നമുക്ക് എന്താ വേണ്ട ഇ. ഇവിടെയാണ് നമുക്ക് എന്തുള്ള ഇ ഉള്ളത്. സോ ആ ഇയുടെ ഫോളോ ചെയ്യുക, അതായത് ഇയുടെ തൊട്ടിപ്പുറത്തെ റൈറ്റ് സൈഡ് ആരാ ഉള്ളത്? ഇയുടെ റൈറ്റ് സൈഡ് ആരാ? ഒരു ക്ലോസിങ് ബ്രാക്കറ്റ്, അതാണ് അതിൻ്റെ ഫോളോ. ഒരു ക്ലോസിങ് ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ, ക്ലോസിങ് ബ്രാക്കറ്റ് മനസ്സിലായോ? നെക്സ്റ്റ് ക്ലോസിങ് ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. ഈ ഇ എന്ന് പറയുന്നത് നമ്മളെ ഗ്രാമറിലെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്, സ്റ്റാർട്ടിങ് സിമ്പിളാണ്. അതുകൊണ്ട് എന്തും കൂടെ വരും? ഡോളറും കൂടെ വരും. ഡോളർ ഒരിക്കലും എവിടെ വരത്തില്ല? ഫസ്റ്റിൽ വരത്തില്ല. ഫോളോയിൽ ഡോളർ വരും, ഫസ്റ്റിൽ ഡോളർ വരത്തില്ല. അതുപോലെ ഫോളോയിൽ എന്ത് വരത്തില്ല? എപ്സിലോൺ വരത്തില്ല, ഫസ്റ്റിൽ എപ്സിലോൺ വരുള്ളൂ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം. ഫോളോ ഓഫ് ഇ മനസ്സിലായല്ലോ. ഈ ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ ഇ എവിടെയാണോ ആ ഇയുടെ തൊട്ടടുത്ത് ഫോളോ ചെയ്ത് വരുന്ന ഏതാണ് അത് എഴുതുക. ഇനി നെക്സ്റ്റ്, ഇതിപ്പോൾ ഒരു ടെർമിനൽ ആയതുകൊണ്ടാണ് നമ്മൾ എഴുതിയത് അല്ലേ. ഇനി നോൺ ടെർമിനൽ വരുന്ന കേസ് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് നോക്കിയേ, ഫോളോ ഓഫ് ഇ ഡാഷ് എടുക്കുകയാണ്. ഫോളോ ഓഫ് ഇ ഡാഷ്. ഫോളോ ഓഫ് ഇ ഡാഷ് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ ഇ ഡാഷ് എവിടെയാണ്? ഇവിടെ ഉണ്ടല്ലേ, ഇ ഡാഷ് ഇല്ലേ. ഈ ഇ ഡാഷിൻ്റെ ഇപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ആരെടുക്കും? ഫോളോ ഓഫ് ഇ എടുക്കും. ആരെടുക്കും? ഇവിടെ ഇ ഡാഷിൻ്റെ തൊട്ടിപ്പുറത്ത് ആരും ഇല്ല ഫോളോ ചെയ്ത് വരാൻ അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇ ഡാഷിൻ്റെ ആരെടുക്കും? ഇ ഡാഷ് ആരെടുക്കും? ഫോളോ ഓഫ് ഇ എടുക്കും. ഫോളോ ഓഫ് ഇ നമ്മൾ എഴുതി ഓൾറെഡി. അപ്പോൾ ആ ഫോളോ ഓഫ് ഇക്കകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ എവിടെയും വരും? ഫോളോ ഓഫ് ഇ ഡാഷിലും വരും. ഓക്കെ, നെക്സ്റ്റ് എവിടെയെങ്കിലും ഇ ഡാഷ് ഉണ്ടോ? ഇല്ല. ഇ ഡാഷിൻ്റെ പ്രൊഡക്ഷൻ തന്നെ ഇ ഡാഷ് വന്നാൽ നോക്കണ്ട. ഓക്കെ അല്ലേ ഇത്? നെക്സ്റ്റ് നോക്കിയേ, അടുത്ത് ഫോളോ ഓഫ് ടി ആണ്. ഫോളോ കണ്ടുപിടിക്കാൻ മാത്രം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഫോളോ ഓഫ് ടി നോക്കിയേ. ഫോളോ ഓഫ് ടി, ഇതിൽ ടി എവിടെയാണ്? ഇവിടെയുണ്ട്. ഫസ്റ്റ് പ്രൊഡക്ഷനിൽ നോക്കാതെ ആദ്യം ടിയുടെ ഫോളോ ആരാണ്? ഇ ഡാഷ് ആണ്. ഒരു നോൺ ടെർമിനലായിട്ടുള്ള ഇ ഡാഷ് ആണ്. അപ്പോൾ ഇ ഡാഷിൻ്റെ എന്തെടുക്കണം? ഫസ്റ്റ് എടുക്കണം. അതായത് നമ്മളിപ്പം അതടുത്ത റൂളാണ്. ഫോളോ ഓഫ് ടി എടുത്ത സമയത്ത് അവിടെ ഒരു നോൺ ടെർമിനൽ വന്നു. ആര് വന്നു? നോൺ ടെർമിനൽ വന്നാൽ അതിൻ്റെ എന്തെടുക്കുക? ഫസ്റ്റ് ഓഫ് ആ നോൺ ടെർമിനൽ എടുക്കുക. ഓക്കെ, തൊട്ടടുത്ത ആരാ? ഇ ഡാഷ് ആണ്. ഇ ഡാഷിൻ്റെ എന്തെടുക്കുക? ഫസ്റ്റ് എടുക്കുക. നമ്മൾ ഇ ഡാഷിൻ്റെ ഫസ്റ്റ് കണ്ടുപിടിച്ചായിരിക്കണം. പ്ലസ്സും എപ്സിലോണും ആണ്. നമ്മൾ പറഞ്ഞു പ്ലസ് എഴുതാം. നമുക്ക് എപ്സിലോൺ എഴുതാൻ പറ്റുമോ? ഫോളോയിൽ ഇല്ല. എപ്സിലോൺ വന്നാൽ നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ എന്തുമായിരുന്നു? ഇ ടെൻസ് ടു ടി ഇ ഡാഷ്. ഈ ഇ ഡാഷിൻ്റെ അവിടെ എപ്സിലോൺ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാവും? ഇ ടെൻസ് ടു ടി എപ്സിലോൺ. അതായത് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ ക്യാരക്ടറാണ്. ഇ ഡാഷിന് പകരം എപ്സിലോൺ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ എന്ത് കിട്ടും? ഇ ടെൻസ് ടു ടി എന്ന് കിട്ടും. മനസ്സിലായോ? എപ്സിലോണിൻ്റെ കേസ് വരുമ്പോൾ എപ്സിലോൺ ഫോളോയിൽ എഴുതില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇ ഡാഷിൻ്റെ പ്രൊഡക്ഷൻ അല്ലേ, ഇ ഡാഷ് എവിടെയാണ്? ഇവിടെ നിന്നാണ് എടുത്ത്. ആ ഇ ഡാഷ് നമ്മൾ എന്ത് കൊടുക്കുക? എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നിട്ട് നമ്മൾ ഫോളോ എടുത്ത് നോക്കുക. ഇനി ഫോളോ എടുക്കുമ്പോൾ ടിയുടെ ഫോളോ വരുമ്പോൾ എന്ത് വരും? ഫോളോ ഓഫ് എന്താവും? ഇ ആവും. ഫോളോ ഓഫ് ഇ ആവും. ഫോളോ ഓഫ് ഇ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ഇതാണ് ബ്രാക്കറ്റും ഡോളറും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കോ. നെക്സ്റ്റ് ഇനി ആരാ? ഫോളോ ഓഫ് ടി ഡാഷ്. ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഫോളോ ഓഫ് ടി ഡാഷ്. ടി ഡാഷ് നോക്കിക്കേ. ഇതിൽ ടി ഡാഷ് എവിടെയാണ്? ഇവിടെയാണല്ലേ. ടി ഡാഷിന് ഇപ്പുറത്ത് ആരുമില്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കുമെന്ന് പറഞ്ഞു? പ്രൊഡക്ഷൻ, ഏത് പ്രൊഡക്ഷനാണോ ആ പ്രൊഡക്ഷൻ്റെ ഫോളോ എടുക്കുക. ഫോളോ ഓഫ് ടി എടുക്കും. ഫോളോ ഓഫ് ടി നമ്മൾ ഓൾറെഡി എഴുതി. അതെല്ലാം എവിടെയും വരും? ഫോളോ ഓഫ് ടി ഡാഷിലും വരും. സെയിം അതുപോലെ എഴുതുക. മുകളിൽ എന്തെഴുതി അതേപോലെ എഴുതുക. ഇനി വേറെ ടി ഡാഷ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അതങ്ങനെ തന്നെ എഴുതും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇനി ഫോളോ ഓഫ് ആരാനുള്ള? എഫ് ഉണ്ട്. എഫിൻ്റെ ഫോളോ നോക്കിയേ. ഇതിൽ എഫ് എവിടെയാണ് ഉള്ളത്? ഇവിടെ ഉണ്ടല്ലേ. എഫിൻ്റെ ഫോളോ തൊട്ടടുത്ത് ആരാ ഉള്ളത്? ടി ഡാഷ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? തൊട്ടടുത്ത് ആരെങ്കിലും വന്നാൽ നോൺ ടെർമിനലാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഓഫ് എടുക്കണം അല്ലേ. ഫസ്റ്റ് ആണ്. അപ്പോൾ ടി ഡാഷിൻ്റെ എന്തെടുക്കണം? ഫസ്റ്റ്. ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്താണ്? സ്റ്റാറും എപ്സിലോണും. അല്ല, ആര് മാത്രമേ നമ്മൾ ഫോളോയിൽ എഴുതുള്ളൂ? സ്റ്റാർ മാത്രമേ എഴുതുള്ളൂ. എപ്സിലോൺ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മൾ എടുത്തത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന്.
അപ്പോൾ ആ ഒരു ഇക്വേഷൻ അത് ടി ടെൻസ് ടു എഫ് ടി ഡാഷിൽ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ വരും? ടി ടെൻസ് ടു എഫ് എന്ന് വരും. ഇനി ഇതിൻ്റെ ഫോളോ എടുത്ത് നോക്കുക. അപ്പോൾ എങ്ങനെ വരും? ഫോളോ ഓഫ് ടി. അപ്പോൾ ഇതെല്ലാം വരും. ആരൊക്കെ വരും? പ്ലസ് ബ്രാക്കറ്റ് തായി ഫോളോ ഓഫ് ടി ബ്രാക്കറ്റ് ഡോളർ. മനസ്സിലായോ? ഓക്കെ അല്ലേ? സോ ഇതാണ് ഫസ്റ്റും ഫോളോയും കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ തറവായിട്ട് പഠിച്ചാൽ നമുക്ക് പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ഷൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ?